morning, my dear children. How are you? Fine. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? All of you had your breakfast? കഴിച്ചു അല്ലേ? ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്തോ പഠിക്കാൻ? നോട്ട്ബുക്ക് എല്ലാവരും അടുത്ത് തന്നെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, നമുക്ക് ക്ലാസ് തുടങ്ങാം. ഇന്ന് നമ്മൾ എടുക്കുന്ന ക്ലാസ് മലയാളമാണ് കേട്ടോ. മലയാളം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലെസൺ ഇന്ന് തീർക്കണം. അതിനു മുന്നേ ഇന്നലെ പഠിച്ച സ്വരചിഹ്നങ്ങൾ കുറച്ചും കൂടെ ബാക്കിയുണ്ട്, അതും പഠിക്കണം. ഓക്കെ, സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, കമോൺ. അതിന് മുന്നേ നമുക്ക് ദിവസങ്ങളൊക്കെ അറിയണം അല്ലേ? ഇന്ന് എന്താ ഡേറ്റ് എന്നൊക്കെയുള്ള കാര്യം. ഇന്ന് എന്ത് ദിവസമാ? ഇന്ന് എന്താ ഡേറ്റ്? 25/6/2021. Which day is today? Today is Friday. ഇന്ന് എന്താണ്? ഫ്രൈഡേ. ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളി അല്ലേ? നമ്മൾ പറഞ്ഞു മലയാളത്തിലും കൂടെ നമ്മൾ പഠിക്കണം. ഒരാഴ്ചയിൽ എത്ര ദിവസങ്ങളാണ് ഉള്ളത്? ഒരാഴ്ചയിൽ 7 ദിവസങ്ങളാണ് ഉള്ളത്. അത് ഏതൊക്കെയാണ് 7 ദിവസങ്ങൾ? ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ഞായർ എന്ന് പറയുന്ന ആദ്യത്തെ ദിവസവും ആഴ്ചയിലെ അവസാനത്തെ ദിവസം ശനിയുമാണ് അല്ലേ? അപ്പൊ ഇന്നത്തെ ദിവസം എന്താണ്? വെള്ളി. ടുഡേ ഈസ് ഫ്രൈഡേ. ഓക്കെ, ടുഡേ ഈസ് ഫ്രൈഡേ. ഓക്കെ, ഷാൽ വി കണ്ടിന്യൂ? നോക്കൂ, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച സ്വരാക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു. അതിൽ ആ, ആ, ഇ, ഈ, ഉ, ഊ, ഇർ ഇത്രയും അക്ഷരങ്ങൾ സ്വരാക്ഷരങ്ങൾ പഠിച്ചു. അതിന്റെ സ്വരചിഹ്നങ്ങൾ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ അതിന്റെ ബാക്കി ഏതൊക്കെ അക്ഷരങ്ങളാണ്? എ, എ, ഐ, ഓ. ഈ 4 അക്ഷരങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ഇന്ന് പഠിക്കുന്ന 4 അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എ, എ, ഐ, ഓ. ഈ 4 അക്ഷരങ്ങളും അതിന്റെ സ്വരചിഹ്നങ്ങളുമാണ് ഇന്ന് പഠിക്കുന്നത്. നോക്കൂ, എ, എ, ഐ, ഓ. എയുടെ സ്വരചിഹ്നം ഈ ചിഹ്നമാണ്. കണ്ടോ? ഇങ്ങനെ ഒരു ചിഹ്നമാണ് ഇടുന്നത്. ഇനി എക്ക് ഇടുന്നത് ഈ ചിഹ്നം, ഇങ്ങനെ ഒരു ചിഹ്നമാണ് ഇടുന്നത്. എ. ഐക്ക് നോക്കി, ഐയുടെ സ്വരചിഹ്നം നോക്കി, 2 എ അടയാളം അല്ലേ? ഇത് എക്കാണെങ്കിൽ നമുക്ക് ഒരു എ ചിഹ്നമേ ഉള്ളൂ. ഇവിടെ ഐക്ക് 2 എ ചിഹ്നങ്ങൾ ചേർത്തിരിക്കുന്നു. ഇനി ഓക്കാണെങ്കിലോ ഒരു എ ചിഹ്നവും പിന്നെ ആയുടെ ചിഹ്നവുമാണ് നമ്മൾ ഓക്കിയിട്ടിരിക്കുന്നത്. അപ്പം എ. ഇപ്പൊ എങ്ങനെ എഴുതാം? കെ എന്നാണെങ്കിൽ കായും എയും കൂടെ ചേർക്കണം. കെ. അപ്പൊ കെ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യാനുള്ളത് ഈ ചിഹ്നം, എ ചിഹ്നം ആദ്യം ഇട്ടിട്ട് ഏത് അക്ഷരമാണോ അതാണ് എഴുതാനുള്ളത്. കെ, ചെ, ഡേ, തേ, പേ. മനസ്സിലായല്ലോ? അടുത്ത എയുടെ ചിഹ്നം കണ്ടല്ലോ. കെ, ചെ, ഡേ, തേ, പേ. അടുത്ത എന്താണ്? ഐക്ക് നേരത്തെ പറഞ്ഞു 2 എ ചിഹ്നം വേണം എന്ന് പറഞ്ഞു അല്ലേ? 2 എയുടെ 2 ചിഹ്നങ്ങൾ ഇട്ടിരിക്കുകയാണ്. ഐ, കൈ, ചൈ, ഡൈ, തൈ. ഇപ്പൊ തൈ എഴുതണമെങ്കിൽ താഴെ എഴുതിയിട്ട് 2 എ ചിഹ്നം ഇട്ട് കൊടുക്കുക. അടുത്ത ഓക്ക് ഒരു എ ചിഹ്നവും പിന്നെ ആയുടെ ചിഹ്നമാണ് ഇടുന്നത്. കെ. ഓക്കെ, ഓക്ക് ഒരു എ ചിഹ്നവും ആയുടെ ചിഹ്നമാണ് ഓ ചിഹ്നം. കോ, ചോ, ഡോ, തോ. ആദ്യം എയുടെ ചിഹ്നം ഇടുക, ഏതക്ഷരമാണോ അത് എഴുതുക, അത് കഴിഞ്ഞ് ആയുടെ ചിഹ്നം എഴുതുക. കോ, ചോ, ഡോ, തോ. ഒന്നുകൂടെ എ, ഐ, ഓ. എയുടെ ചിഹ്നം കണ്ടല്ലോ. എ, ഐ, ഓ. കെ, ചെ, ഡേ, തേ, പേ. നോക്കൂ, കെ, ചെ, ഡേ, പേ. ഐ, കൈ, ചൈ, ഡൈ, തൈ. ഓ, കോ, ചോ, ഡോ, തോ. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ? ഇത് ടീച്ചർ നോട്ട്ബുക്കിൽ ഒന്നുകൂടെ നീറ്റായിട്ട് പറഞ്ഞുതരാം. ഇനി അടുത്ത നമുക്ക് ലെസണിലോട്ട് പോകാം. നമ്മുടെ ലെസൺ എന്താണ്? നമ്മുടെ ലെസന്റെ പേര് എന്താണ്? ഒരു തീറ്റക്കഥ അല്ലേ? തീറ്റക്കഥയിൽ ഏകദേശം നമ്മൾ കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ, നമ്മൾ അതിൽ നിന്ന് പഠിച്ച് തീർക്കണം. തീറ്റക്കഥയിൽ ഇന്നലെ ഏതൊക്കെയായിരുന്നു? നമ്മൾ ആദ്യം ഒന്നുകൂടി നമുക്ക് ഞാൻ ടീച്ചർ അത് റീക്യാപ്പ് ചെയ്യാം. ആദ്യം ആരായിരുന്നു? നമ്മുടെ പുൽച്ചാടിയായിരുന്നു അല്ലേ? നമ്മുടെ നായിക പുൽച്ചാടിയായിരുന്നു. പുൽച്ചാടി ഒരു ദിവസം ഉറങ്ങിക്കിടക്കായിരുന്നു. ഉറക്കം എണീറ്റപ്പോൾ കണ്ട കാഴ്ച ഭയങ്കരമായിരുന്നു. അത് കണ്ട് ഭയങ്കര സന്തോഷത്താൽ നൃത്തം ചെയ്തു. എന്തുകൊണ്ടാണ് സന്തോഷത്താൽ നൃത്തം ചെയ്യാൻ കാരണം? എന്തുകൊണ്ടാണ്? പച്ചപ്പ് നിറഞ്ഞ നല്ല പച്ച കളറുള്ള പുല്ലുകളൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ലെസൺ അറിയാലോ. എന്താണ്? ഒരു തീറ്റക്കഥ. അതിലെ നായിക ആരാണ്? ആദ്യം വന്നത് ആരെയാണ്? ഒരു പുൽച്ചാടി അല്ലേ? പുൽച്ചാടി ഇങ്ങനെ ഒരു ഉറക്കത്തിലായിരുന്നു. പെട്ടെന്ന് ഉറക്കം എണീറ്റ് നോക്കിയപ്പോൾ കണ്ട കാഴ്ച പുൽച്ചാടിയെ ഭയങ്കര വിസ്മയം ഉണ്ടാക്കി. പുൽച്ചാടി എന്തോ ആനന്ദം കൊണ്ട്, സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് നൃത്തം ചെയ്തത്? എന്തുകൊണ്ടാണ്?
ആ നോക്കിയപ്പോൾ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച അതിമനോഹരമായി, നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ പുല്ല്. ഇതെല്ലാം കറുമുറെ കഴിച്ചു തിന്ന് അങ്ങനെ സുഖിച്ചിരിക്കുമ്പോഴാണ് അവിടെ ആര് വന്നത്? നമ്മുടെ പുൽച്ചാടിയുടെ നാശത്തിനായി വന്ന ആരായിരുന്നു? ഒരു ഓന്തുമാമൻ അല്ലേ? ഓന്തുമാമൻ ഒരു മാജിക് ഉണ്ട്. എന്താണ് മാജിക്? സറൗണ്ടിങ്സിനനുസരിച്ച്, നമ്മുടെ ചുറ്റുപാട് അതിനനുസരിച്ച് നിറം ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലേ? ഇപ്പൊ പുല്ലിന്റെ അടുത്ത് പോയാൽ പച്ച നിറവും, പാറയുടെ അടുത്ത് പോയാൽ ആ പാറയുടെ സ്റ്റോൺ എന്ത് കളറാണോ ആ കളറാവും. അങ്ങനെ നിൽക്കുന്ന ഓന്ത് ഇരിക്കുന്ന ആ സ്ഥലത്തിന്റെ കളറായിട്ട് അതിന് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് ഓന്ത് മാജിക്. ഈ ഓന്തുമാമൻ എന്ത് ചെയ്തു? നമ്മളെ പുൽച്ചാടിയെ കടിച്ചു മുറിച്ച് വായിലാക്കി വിഴുങ്ങി. ഇത് കണ്ടിട്ട് ആര് വരുന്നുണ്ടായിരുന്നു അവിടെ? അത് കണ്ടപ്പോൾ ആര് വന്നു അടുത്തെ? ഓന്തിങ്ങനെ സൂചിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നപ്പോഴത്തേക്ക് ആര് വന്നു? ഒരു കുഞ്ഞു പാമ്പ് അഴഞ്ഞു വന്നല്ലേ? കുഞ്ഞു പാമ്പ് അഴഞ്ഞു വന്നു. എന്ത് ചെയ്തു? ഈ ഓന്തിനെയും ഒരുപാട് ബഹളം കൊണ്ട് ഫൈറ്റ് ചെയ്ത് ഓന്തിനെയും കടിച്ചു മുറിച്ച് കുഞ്ഞിപ്പാമ്പ് വായിലാക്കി. ഇനി നമുക്ക് ഇന്നത്തെ പാഠഭാഗത്ത് ആരാണ് വരുന്നതെന്ന് നോക്കാം. ഓക്കെ, ടീച്ചർ ടെക്സ്റ്റ് വായിക്കുന്നതിന് മുമ്പ് ടീച്ചർ ഇന്നത്തെ പുതിയ പദങ്ങൾ പറഞ്ഞുതരാം, ശ്രദ്ധിക്കും. നോക്കൂ. കുതിച്ചു, ചാട്ടുളി, ശൃംഖല, പ്രകൃതി, ആകാശം, കൊത്തിമുറിച്ചു, നാടകം, കോർത്ത്. ഒന്നുകൂടെ ടീച്ചർ പറഞ്ഞുതരാം. കുതിച്ചു, ചാട്ടുളി, ശൃംഖല, പ്രകൃതി, ആകാശം, കൊത്തിമുറിച്ചു, നാടകം, കോർത്ത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും കോപ്പിയൊക്കെ എഴുതുന്നുണ്ടല്ലോ. ഒരു ദിവസം ഓരോ പേജ് കോപ്പി എഴുതുക, ഭംഗിയായിട്ട് എഴുതുക. ഇന്ന് നമുക്ക് ക്ലാസ്സുകൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഏഴെണ്ണം കണ്ടോ? കെ, ചെ, ഡേ, തേ. ഏഴെണ്ണം കെ, ചെ, ഡേ, തേ. ഐ 2 ഏഴെണ്ണം. കൈ, ചൈ, ഡൈ, തൈ. ഓടയാളം ഒരു ഏഴയാളവും ആളുടെ അടയാളം ഏ ചിഹ്നം. കോ, ചോ, ഡോ, തോ. കണ്ടോ? കെ, കേ, കൈ, കോ. ഒന്നുകൂടി ടീച്ചർ പറഞ്ഞുതരാം. എയുടെ ചിഹ്നം ഇതാണ്. കെ, ചെ, ഡേ, തേ. എയുടെ ചിഹ്നം ഇതാണ്. കെ, ചെ, ഡേ, തേ. ഐ 2 എ ചിഹ്നങ്ങളാണ് ഇവിടെ ഉപയോഗിക്കാനുള്ളത്. കൈ, ചൈ, ഡൈ, തൈ. ഓ ഒരു എ ചിഹ്നവും പിന്നെ ആയുടെ ചിഹ്നവും. കോ, ചോ, ഡോ, തോ. കെ, കേ, കൈ, കോ. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ 3 അർത്ഥം ടീച്ചർ എഴുതുന്നു. മീനിങ്സ്: മനോരാജ്യം, സ്വപ്നം, ഉടൽ, ശരീരം, തീറ്റ, ആഹാരം. അടുത്ത നോക്കൂ. വിപരീതം: ഫലം, വിഫലം, ഉദിക്കുക, അസ്തമിക്കുക, സന്തോഷം, സന്താപം. ഒന്നുകൂടെ. ഫലം, വിഫലം, ഉദിക്കുക, അസ്തമിക്കുക, സന്തോഷം, സന്താപം. അടുത്ത് ഇനി പുതിയ പദങ്ങളാണ്. എന്താണ്? കുതിച്ചു, ചാട്ടുളി, ശൃംഖല, പ്രകൃതി, ആകാശം, കോർത്ത്, നാടകം, കൊത്തിമുറിച്ചു. ടീച്ചർ ടെക്സ്റ്റ് വായിച്ചു തരാം. നമ്മൾ കഴിഞ്ഞ ദിവസം ഇതുവരെ പഠിച്ചു അല്ലെ? പാമ്പിന് ആശ്വാസമായി 2 ദിവസമായി എന്തെങ്കിലും തിന്നിട്ട് എന്താണ് പറഞ്ഞത്? വേണമെങ്കിൽ ഓന്തെങ്കിൽ ഓന്ത്, അത്രയുമായല്ലോ, ഇനി ഒന്നും വിശ്രമിച്ചാലോ. പാമ്പ് എന്ത് ചെയ്തു? പാണലിലേക്ക് ഇഴഞ്ഞു കയറി. ഇനി അടുത്ത് നോക്കൂ. അപ്പോൾ ആകാശത്ത് കൂടി ഒരു പരുന്തു ചേച്ചി പറന്നു നടക്കുന്നുണ്ടായിരുന്നു. അത്ര ഉയരത്തിൽ പറന്നിട്ടും അവൾ ആ കൊച്ചു പാമ്പിനെ ശരിക്കും കണ്ടു. അത്ര നല്ല കണ്ണുകളായിരുന്നു അവളുടേത്. പാമ്പിനെ കണ്ടതും പരുന്ത് നേരെ താഴേക്ക് കുതിച്ചു പറന്നു. ഒരു ചാട്ടുളി പോലെ, ഒരു റോക്കറ്റ് പോലെ പരുന്ത് പാമ്പിന് മുകളിലേക്ക് വീണു. പാമ്പിനെ കാലിൽ കോർത്ത് പറന്നു ഉയർന്നു. പാമ്പ് എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലാക്കാതെ എന്ത് ചെയ്തു? പരുന്തിൻ കാലിൽ കിടന്ന് പിടഞ്ഞു. എന്താണ്? അപ്പോൾ ആകാശത്ത് കൂടി എന്ത് ചെയ്തു? ഒരു പരുന്ത് ചേച്ചി ഇങ്ങനെ പറന്നു വരികയായിരുന്നു. അത്ര നല്ല ഉയരത്തിലാണ് പറക്കുന്നത്. എന്നിട്ടും അവൾ ആ കൊച്ചു പാമ്പിനെ ശരിക്കും കണ്ടു. എന്തുകൊണ്ടാ കണ്ടത്? അത്രയ്ക്ക് നല്ല കണ്ണുകളായിരുന്നു, അവളുടെ നല്ല കാഴ്ചശക്തിയായിരുന്നു. പാമ്പിനെ കണ്ടതും പരുന്ത് നേരെ എന്ത് ചെയ്തു? അവളുടെ നേരേക്ക്, പാമ്പിന്റെ നേരേക്ക് കുതിച്ചു ചെന്നു, പാഞ്ഞു ചെന്നു. ഒരു ചാട്ടുള്ളി പെട്ടെന്ന് അങ്ങ് തിന്നു. ഒരു റോക്കറ്റ് എങ്ങനെ അതിസ്പീഡിൽ, ഇപ്പോൾ അത്ര സ്പീഡിൽ പാമ്പിനടുത്തെത്തി.
പരുന്ത് പാമ്പിന് മുകളിലേക്ക് പറന്ന് വീണു. എന്നിട്ട് പാമ്പ് ഇങ്ങനെ അവിടെ പാണൽ ചെടിയുടെ കിടക്ക് വരുന്നല്ലോ. പരുന്ത് നേരെ ഈ പാമ്പിന് പുറത്തേക്ക് വീണു. പാമ്പിനെ കാലിൽ കോർത്ത് പറന്ന് ഉയർന്നു. എന്നിട്ട് പാമ്പിനെ എന്ത് ചെയ്തു? തന്റെ കാലുകൾ കോർത്തിട്ട് ഈ പാമ്പിനെ കൊണ്ട് പറന്ന് പൊങ്ങി. പാമ്പ് എന്താണ് സംഭവിച്ചത്? പാമ്പിനൊന്നും മനസ്സിലായില്ല. പരുന്ത് കാലിൽ കിടന്ന് പാമ്പ് ഇങ്ങനെ പിടയുമായിരുന്നു. പരുന്ത് പാമ്പിനെയും കൊണ്ട് അടുത്തുണ്ടായിരുന്ന പനയുടെ മുകളിലെത്തി. അവിടെ ഇരുന്ന് പാമ്പിന്റെ തലയിൽ തന്നെ കൊത്തിമുറിച്ചു കീറി പാമ്പിനെ ചെറു കഷ്ണങ്ങളാക്കി വിഴുങ്ങി. പരുന്ത് എന്ത് ചെയ്തു? പരുന്ത് പാമ്പിനെയും കൊണ്ട് എവിടെ ഉണ്ടായിരുന്നു? അടുത്തുണ്ടായിരുന്ന ഒരു പന അറിയാലോ, പനയുടെ മുകളിൽ ചെന്നിരുന്നു. അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്തു? ഈ പാമ്പിന്റെ തലയിൽ തന്നെ ഒരു കൊത്തി മുറിച്ച് കീറി പാമ്പിനെ ചെറിയ ചെറിയ പീസസ്, ചെറിയ ചെറിയ കഷണങ്ങളാക്കി എന്ത് ചെയ്തു? വിഴുങ്ങി. അങ്ങനെ അന്ന് രാവിലെ ഒരു നാടകം തീർന്നു. ആഹാര ശൃംഖലയിലെ നാടകം, പ്രകൃതിയിലെ ഒരു നാടകം അല്ലേ? അങ്ങനത്തെ അന്ന് ഒരു ദിവസം രാവിലെ നടന്ന ഒരു നാടകമാണ് നമ്മളിവിടെ കണ്ടതല്ലേ? ആഹാര ശൃംഖല എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഒന്ന് പരസ്പരം മറ്റൊന്നിന് ആഹാരമാകുന്നു, അതാണ് ആഹാര ശൃംഖല എന്നുള്ള നാടകം. പ്രകൃതിയിലെ തന്നെ ഒരു നാടകം. എന്താണ് ഇവിടെ ആഹാര ശൃംഖല എന്ന് പറഞ്ഞത്? എന്താണ്? ആദ്യം പുൽച്ചാടിയെ ഓന്ത് ഭക്ഷിച്ചു, ഓന്തിനെ പാമ്പ് ഭക്ഷിച്ചു, പാമ്പിനെ പരുന്ത് ഭക്ഷിച്ചു. ഇതാണ് ആഹാര ശൃംഖല. മനസ്സിലായോ? ഇത് എഴുതിയ പ്രകൃതി കഥകൾ ഇത് എഴുതിയത് പ്രൊഫസർ എസ് ശിവദാസ് ആണ് ഈ കഥ എഴുതിയത്. അടുത്ത ദിവസം കാണുന്നവരെ ബൈ. താങ്ക് യു. Hello, good morning children. How are you all? Fine. Okay, I am your Nisha teacher. Now we are going to learn computer. Last class we learned the first lesson. What is the name of first lesson? Introduction to computers. First lesson ഏതായിരുന്നു? Introduction to computers. അതിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? What are the help we get from the computer? എന്തൊക്കെ ഹെൽപ്പ് കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് കിട്ടുമെന്ന് പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? നമ്മുടെ ഈ സെഞ്ച്വറിയിലെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻവെൻഷനാണ് കമ്പ്യൂട്ടർ എന്നും പഠിച്ചു അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടർ. ഓക്കെ, നമുക്ക് ടെസ്റ്റിലേക്ക് പോയാലോ? We will learn some hard words from this lesson. Century, CENTURY, accurate, ACCURATE, data, DATA, hardwares, HARDWARES, softwares, SOFTWARES. നമുക്കിനി ടെക്സ്റ്റിലേക്ക് പോയാലോ? Characteristics of a computer. Computer has many characteristics that have made it more efficient to work and universally acceptable. കമ്പ്യൂട്ടറിന് ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. എഫിഷ്യൻറ്റ് ടു വർക്ക് ആൻഡ് യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടല്ലോ, അതെന്താണ്? മോർ എഫിഷ്യൻറ്റ് ടു വർക്ക്, എഫിഷ്യൻ്റ് ഒരു വർക്കുകൾ ചെയ്യാനായിട്ട് എഫിഷ്യൻറ്റും ആണ്, ആൻഡ് യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ, എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന സ്വീകരിക്കുന്ന ഒരു കാര്യവുമാണ് ഈ കമ്പ്യൂട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ലെറ്റ് us read about characteristics of a computer. നമുക്ക് നോക്കാം ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണെന്നുള്ളത്. സ്പീഡ്. എ കമ്പ്യൂട്ടർ വർക്ക്സ് വെരി ഫാസ്റ്റ്. കമ്പ്യൂട്ടർ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുക, നമുക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇറ്റ് ക്യാൻ ഡു ബില്യൺസ് ഓഫ് കാൽക്കുലേഷൻസ് ഇൻ എ ഫ്യൂ സെക്കൻഡ്സ് that would have taken hours to complete if done manually. കമ്പ്യൂട്ടർ ആണെങ്കിൽ എന്താണ്? ബില്യൺസ് ഓഫ് കാൽക്കുലേഷൻസ് ഇൻ എ ഫ്യൂ സെക്കൻഡ്സ്. ഒരു സെക്കൻഡ് തന്നെ കോടി കാൽക്കുലേഷൻ, കണക്കുകൾ കൂട്ടുമെന്നാണ് പറയുന്നത് കമ്പ്യൂട്ടർ. എന്നാൽ മനുഷ്യന് അതിന് സാധിക്കില്ല. അപ്പം മനുഷ്യനാണെങ്കിലോ എന്തെങ്കിലും ഒരു ജോലി ചെയ്യണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. ആ സമയത്തിന് എന്താ കോടിക്കണക്കിന് കണക്കുകൾ കമ്പ്യൂട്ടർ ചെയ്യുമെന്നാണ് പറയുന്നത്. ഇറ്റ് സേവ്സ് ലോട്ട് ഓഫ് ടൈം. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ടൈം സേവ് ചെയ്യാൻ പറ്റും. കുറച്ച് സമയം കൊണ്ട് കമ്പ്യൂട്ടർ ചെയ്യല്ലേ. പക്ഷേ ഇതാണെങ്കിൽ മനുഷ്യനാണെങ്കിലോ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ നമുക്കെന്താ ടൈം സേവ് ചെയ്യാൻ പറ്റില്ല. കമ്പ്യൂട്ടർ ആകുമ്പോൾ ടൈം സേവ് ചെയ്യും. ആക്യുറസി മീൻസ് കൃത്യത.
അപ്പോൾ കൃത്യത എന്ന് പറഞ്ഞാൽ കണക്കുകളിലുള്ള വിവരങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ അത് കറക്റ്റ് ആണോ ഇല്ല എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്, ആക്യുറസി. വെൻ വി വർക്ക് വി ക്യാൻ സംടൈംസ് ബിക്കം കെയർലെസ് ആൻഡ് മേക്ക് മിസ്റ്റേക്സ്. നമുക്കെന്താണ്, മിസ്റ്റേക്കുകൾ ഉണ്ടാവും. ബട്ട് എ കമ്പ്യൂട്ടർ ഡസ് നോട്ട് മേക്ക് മിസ്റ്റേക്സ്. കമ്പ്യൂട്ടറിന് മിസ്റ്റേക്ക് ഉണ്ടാവില്ല. ഇറ്റ് ഈസ് വെരി ആക്യുറേറ്റ് ആൻഡ് റിലയബിൾ. ആക്യുറേറ്റും ആയിരിക്കും, റിലയബിളും ആയിരിക്കും. കൃത്യമായിട്ടുള്ളതും ആയിരിക്കും, അതുപോലെ റിലയബിൾ ആയിരിക്കും, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതും ആയിരിക്കും. നെക്സ്റ്റ്, ഡിലിഗൻസ്. ഇഫ് വി ഹാവ് ടു ഡു ദ സെയിം വർക്ക് എഗെയിൻ ആൻഡ് എഗെയിൻ വി ക്യാൻ ലോസ് ഇൻട്രസ്റ്റ് ഇൻ ഇറ്റ്. നമ്മൾ ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ വരും എന്നാണ് പറയുന്നത്. ഒരു മനുഷ്യനാണെങ്കിൽ അതിൽ ഇൻട്രസ്റ്റ് താല്പര്യം ഇല്ലാതെ വരും. ബട്ട് എ കമ്പ്യൂട്ടർ ക്യാൻ ഡു ദ സെയിം ടാസ്ക് എഗെയിൻ ആൻഡ് എഗെയിൻ വിത്തൗട്ട് ഗെറ്റിംഗ് ബോർഡ്. ഒരിക്കലും ബോറാവില്ല. കമ്പ്യൂട്ടർ ഒരിക്കലും ബോറാവില്ല. സ്ഥിരമായിട്ടൊരു ജോലി കൊടുത്താൽ അത് ചെയ്തുകൊണ്ടേയിരിക്കും, കമ്പ്യൂട്ടർ ചെയ്തുകൊണ്ടേയിരിക്കും, അതൊരിക്കലും ബോറാവില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ലാർജ് മെമ്മറി. വി ടേക്ക് എ ലോട്ട് ഓഫ് ടൈം ടു മെമ്മറൈസ് തിങ്സ്. നമ്മളെന്താണ്, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ഓർമ്മിച്ചെടുക്കണമെങ്കിൽ അതിന് ഒരുപാട് സമയം വേണം. വി ഓൾസോ ഫർഗറ്റ് മെനി തിങ്സ് വി ലേൺ. നമ്മൾ മറന്നുപോകും, പല കാര്യങ്ങളും നമ്മൾ മറന്നുപോകും. ബട്ട് എ കമ്പ്യൂട്ടർ ഹാസ് എ ലോട്ട് ഓഫ് മെമ്മറി ആൻഡ് ക്യാൻ സ്റ്റോർ ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ ഇൻ ഇറ്റ്. പക്ഷെ കമ്പ്യൂട്ടറിനാണെങ്കിലോ, കമ്പ്യൂട്ടർ ഹാസ് എ ലോട്ട് ഓഫ് മെമ്മറി. നല്ല മെമ്മറിയാണ് കമ്പ്യൂട്ടറിന്. ലോട്ട് ഓഫ് മെമ്മറി, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മിച്ചിരിക്കാൻ പറ്റും കമ്പ്യൂട്ടറിന്. ക്യാൻ സ്റ്റോർ ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റാസ്. കമ്പ്യൂട്ടർ ഒരുപാട് കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ച് മെമ്മറിയിൽ അതിന് സൂക്ഷിക്കാൻ പറ്റും. മൾട്ടി ഫങ്ഷണൽ. അതിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. മൾട്ടി ഫങ്ഷണലാണ്, അതെന്താണെന്ന് നോക്കാം. A computer can do lots of tasks as adding numbers, typing letters and paragraphs etc. at the same time. അതെന്താണ്, ഒരുപാട് ഫങ്ഷൻ ഒരു സമയം തന്നെ ചെയ്യും. നമ്പേഴ്സ്, ടൈപ്പിംഗ് നമ്പേഴ്സ്, ആഡിങ് നമ്പേഴ്സ്, ആഡ് ചെയ്യുക, നമ്പേഴ്സ് ആഡ് ചെയ്യും. ആ സമയത്ത് തന്നെ എന്ത് ചെയ്യും, ടൈപ്പിംഗ് ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് പാരഗ്രാഫ്സ്, ഒരു പാരഗ്രാഫ്സ് വേണമെങ്കിൽ റെഡിയാക്കാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം, ഒരേ സമയം തന്നെ. അതാണ് മൾട്ടി ഫങ്ഷൻ ആണ് കമ്പ്യൂട്ടറിന് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഏതൊക്കെയായിരുന്നു? സ്പീഡ്, ആക്യുറസി, ഡിലിഗൻസ്, ലാർജ് മെമ്മറി, മൾട്ടി ഫങ്ഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ മനസ്സിലായല്ലോ, ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് എന്താണ്, ഹൗ ഡസ് എ കമ്പ്യൂട്ടർ വർക്ക്, എങ്ങനെയാണ് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നതെന്നാണ് ഇനി പഠിക്കാൻ പോകുന്നത്. നോക്കാം. The computer works in 3 steps. These are, കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന 3 സ്റ്റെപ്സ് ആണ്. 3 സ്റ്റെപ്പുകളാണ് ഉള്ളത് ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുമ്പോൾ. എന്താണ്? ഇൻപുട്ട്, പ്രോസസ്, ഔട്ട്പുട്ട്. ഇൻപുട്ട്, പ്രോസസ്, ഔട്ട്പുട്ട്. അതിനൊരു എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാവോ. ലെറ്റ് us look at an example making banana shake. കമ്പ്യൂട്ടറിൻ്റെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നതും ഈ ബനാന ഷേക്ക് ഉണ്ടാക്കുന്നതും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അത് നമുക്ക് നോക്കാം എന്താണെന്ന്. ലെറ്റ് us look at an example making banana shakes. Put the peeled bananas, sugar and milk in the blender. ഇതെന്താണ്, ജ്യൂസ് ഉണ്ടാക്കാനായിട്ട്, ഷേക്ക് ഉണ്ടാക്കാനായിട്ട് എന്ത് ചെയ്യും? പീൽഡ് ബനാനയും പിന്നെന്താ, ഷുഗർ, മിൽക്ക്, ഇതെല്ലാം കൂടി ബ്ലെൻഡറിലിടും. സ്വിച്ച് ഓൺ ദ ബ്ലെൻഡർ. എന്താണ്, നമ്മുടെ ജ്യൂസർ സ്വിച്ച് ഓൺ ചെയ്യും. സ്വിച്ച് ഓൺ ദ ബ്ലെൻഡർ. ദ ബ്ലേഡേഴ്സ് ഓഫ് ബ്ലെൻഡർ റൊട്ടേറ്റ് ആൻഡ് മിക്സ് ദ ബനാന, മിൽക്ക് ആൻഡ് ഷുഗർ thoroughly. Finally, a delicious banana shake comes out and it's ready for drinking. ഇവിടെ എന്താണ്, നമ്മൾ ഇത് ഇടുമ്പോഴത്തേക്കും എങ്ങനെ, ഈ ബ്ലെൻഡറിൽ ഇടുമ്പോഴത്തേക്കും, ജ്യൂസറിൽ ഇടുമ്പോഴത്തേക്കും എന്ത് ചെയ്യുക, അതിനകത്ത് ബ്ലേഡിൽ കിടന്ന് കറങ്ങും അല്ലേ, റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, അതിങ്ങനെ ത്രൂ ആയിട്ട് ഇങ്ങനെ കറങ്ങി ഷുഗറും മിൽക്കും ഒക്കെ ആഡായി, ബനാനയും ഷുഗറും മിൽക്കും എല്ലാം ആഡായി നമുക്ക് ഒരു ബനാന ഷേക്കായിട്ട് കിട്ടും. ഫൈനലി എ ഡിലീഷ്യസ് ബനാന ഷേക്ക് കംസ് ഔട്ട് ആൻഡ് ഇറ്റ്
ready for drinking. Similarly, a computer works on input, process, output cycle. Input ഉണ്ട്, processing ഉണ്ട്, output ഉണ്ട്. Is also called IPO cycle. ഇൻപുട്ടിൻ്റെ I, process, P, output, O. അപ്പോൾ അതിനെന്താ പറയുന്നത്? ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് IPO cycle. I for input, P for process and O for output. ഇനി നമുക്ക് ഇൻപുട്ട് എന്താണെന്ന് നോക്കാം. ഇൻപുട്ട്, ദ ഇൻപുട്ട് കൺസിസ്റ്റ് ഓഫ് ഡേറ്റ ആൻഡ് ദ ഇൻസ്ട്രക്ഷൻ. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേറ്റ, നമ്മൾ കൊടുക്കുന്ന ഡേറ്റയും ഇൻസ്ട്രക്ഷൻ നിർദ്ദേശങ്ങളുമാണ് ഇൻപുട്ട് നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്നത്. എന്നിട്ട് എന്താണ്? പ്രോസസ്സ്. പിന്നെ അതവിടെ എന്താ? പ്രോസസ്സിങ് നടക്കും. ദ കമ്പ്യൂട്ടർ ദാൻ വർക്ക്സ് ഓൺ ദ ഡേറ്റ ബൈ യൂസിങ് ദ ഇൻസ്ട്രക്ഷൻ. നമ്മൾ കൊടുക്കുന്ന ഡേറ്റ വെച്ചിട്ട്, ഇൻസ്ട്രക്ഷൻ നിർദ്ദേശങ്ങൾ വെച്ചിട്ട് കമ്പ്യൂട്ടർ എന്ത് ചെയ്യും? ജോലി ചെയ്യും. പിന്നെന്താ? ഔട്ട്പുട്ട്. അങ്ങനെ ജോലി ചെയ്തിട്ട് എന്ത് ചെയ്യും? ദ റിസൾട്ട് വി ഗെറ്റ് ആഫ്റ്റർ പ്രോസസ്സിങ് ഈസ് കോൾഡ് ഔട്ട്പുട്ട്. നമുക്കെന്താണ്? റിസൾട്ട് കിട്ടും. നമ്മൾ കൊടുക്കുന്ന ഡേറ്റയും നിർദ്ദേശങ്ങളും ഇൻസ്ട്രക്ഷനും ഒക്കെ വെച്ചിട്ട് അത് വർക്ക് ചെയ്ത് നമുക്ക് എന്താണ് കിട്ടേണ്ടത് അത് കമ്പ്യൂട്ടർ നമുക്ക് തരും. ആ തരുന്ന റിസൾട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്ന? ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇൻപുട്സ് ആർ ഓൾസോ കോൾഡ് ഡേറ്റ. ഇൻപുട്സിനെ ഡേറ്റ എന്നും പറയും. The computer needs these data to help us in doing what we want to do. നമുക്ക് ആവശ്യമുള്ളത് കമ്പ്യൂട്ടർ തരണമെങ്കിൽ കമ്പ്യൂട്ടറിന് ഈ ഡേറ്റാസ് ആവശ്യമുണ്ട്. The instruction already given to the computer or called program. നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് കൊടുക്കുന്ന the instruction already given to the computer, നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ, നിർദ്ദേശങ്ങൾ, അതിനെ നമ്മൾ എന്താണ് പേര് പറയുന്നത്? പ്രോഗ്രാംസ്. നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങളെ പറയുന്ന പേരെന്താണ്? പ്രോഗ്രാംസ്. ദ കമ്പ്യൂട്ടർ യൂസസ് ദീസ് പ്രോഗ്രാംസ് ടു പ്രോസസ് ദ വർക്ക്. നമ്മൾ കൊടുക്കുന്ന ഈ നിർദ്ദേശങ്ങൾ വെച്ചിട്ടാണ് കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. ലെസൺ 1, ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടേഴ്സ്. സെഞ്ച്വറി, CENTURY. ഹാർഡ്വെയർസ്, HARDWARES. Accurate, ACCURATE. Software, SOFTWARE. Data, DATA. Write 5 times. ഓക്കെ, നിങ്ങൾ എന്താണ് നോട്ട്ബുക്കിൽ 5 times എഴുതണം. റഫ് നോട്ടിൽ എഴുതി പഠിക്കുകയും വേണം. ഓക്കെ ചിൽഡ്രൻ, ബൈ. Okay, good morning children. How are you all? Fine? Okay. അപ്പോൾ ഇന്ന് ടീച്ചറുടെ മക്കളെല്ലാം റെഡി ആയിരിക്കുകയായിരുന്നു അല്ലേ ക്ലാസ്സിലേക്ക്. നമ്മൾ പഠിച്ച പാഠത്തിന്റെ പേരെന്താണ്? ദ മാജിക്കൽ ബുക്ക്. നമ്മൾ പഠിച്ച പാഠത്തിന്റെ പേരാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച ലെസൺസ് ഫുള്ളും ഒന്ന് വായിക്കാൻ പോവുകയാണ്. അതിനുശേഷം നമ്മൾ ഇന്ന് പഠിക്കുന്ന ലെസണും വായിക്കാൻ പോവുകയാണ്. അതിന് മുന്നേ ടീച്ചർ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം. നമ്മൾ ഇപ്പൊ ഇത്രയും പഠിച്ചിട്ട് നമുക്ക് കുറച്ച് റിലാക്സ് വേണ്ടേ? നമുക്കൊരു റൈം പാടിയാലോ? എല്ലാവരും റെഡിയാണോ ഒരു റൈം പാടാൻ? റെഡി? ഓക്കെ. The wheels on the bus goes round and round, round and round, round and round. The wheels on the bus goes round and round, all through the town. The door in the bus goes open and close, open and close, open and close. The door in the bus goes open and close, all through the town. The people in the bus goes up and down, up and down, up and down. The people in the bus goes up and down, all through the town. The wiper in the bus goes switch, 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 switch. The wipers in the bus go switch, 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 all through the town. Okay? Do you like this rhyme? Okay. So, teacher is going to read the textbook one more time from the beginning. Take out your textbook, all of you. Okay. Then teacher will explain you. Okay. Take out your textbook.
ഓക്കെ, ലാസ്റ്റ് ക്ലാസ് നമ്മൾ വായിച്ചു അല്ലേ, നമ്മൾ പോയം ലെസൺ പഠിച്ചു, ദ മാജിക്കൽ ബുക്സ്. ടീച്ചർ വായിക്കുകയാണേ. The vacation was coming to an end. The school would reopen in a week. Harris was watching TV when he heard his mother shout from the other room, "Harish, are you ready? The counter closes at 12 o'clock. We have to hurry." Harish hurriedly put his shoes and shouted back, "Yes, Mom, I am ready. I am waiting for you near the car." Harish and his mother were going to collect his new textbook and notebook for class 3 from the school. His friend Amit had already got his book. They were glossy and colorful. Okay, അടുത്ത വായിക്കാം നമുക്ക്. As soon as Harish got the book from the counter. അപ്പോൾ ഹാരിഷ് എന്ത് ചെയ്യാൻ പോവുകയാണ്? ഹാരിഷ് എവിടെ പോവുകയായിരുന്നു? ബുക്ക് വാങ്ങാൻ പോവുകയായിരുന്നു അല്ലേ? As soon as Harish got the book from the counter. ഹാരിഷിന് എവിടെ നിന്ന് ബുക്ക് കിട്ടി? കൗണ്ടറിൽ നിന്ന് ബുക്ക് കിട്ടി. He leafed through them. അതിലൂടെ നോക്കി. എങ്ങനെ നോക്കി? ബുക്ക് എങ്ങനെയാണെന്ന് ഹാരിസ് നോക്കി. The pages were so crisp and neat. പേജസ് എങ്ങനെയായിരുന്നു? വളരെ വൃത്തിയുള്ളതും നീറ്റും ആയിരുന്നു. On the way back. അപ്പോൾ തിരിച്ചു വരുന്ന വഴിയിൽ മദർ warned him. അമ്മ വാൺ ചെയ്തു. എന്താ വാൺ ചെയ്തേ? Remember Harish, you are a big boy. ഹാരിഷിൻ്റെ അടുത്ത് പറയാണ്, ഹാരിഷ് എങ്ങനെയാണ്? വലിയൊരു ബിഗ് ബോയ് ആണ്. ബിഗ് ബോയ് now. You must keep this book properly. അല്ലേ, നമ്മൾ ബുക്കിനെ ഒരിക്കലും ഹാം ചെയ്യാൻ പാടില്ല. നമ്മൾ ബുക്കിനെ എന്ത് ചെയ്യുക? നന്നായിട്ട് നോക്കുക. നോ ടിയറിങ് പേജസ് മേക്ക് റോക്കറ്റ്. ഹാരിഷിനൊരു ബാഡ് ഹാബിറ്റ് ഉണ്ട്. എന്താണ്? ബുക്കിൽ നിന്ന് പേജസ് ഒക്കെ കീറി എന്തുണ്ടാക്കും? റോക്കറ്റ്സ് ഉണ്ടാക്കും. നോ ടിയറിങ് പേജസ് ടു മേക്ക് റോക്കറ്റ് ആൻഡ് ബോട്ട്. റോക്കറ്റും ബോട്ടും ഉണ്ടാക്കും. നോ മദർ, ദിസ് ഇയർ ഐ വിൽ കീപ് മൈ ബുക്ക് നീറ്റ്. അപ്പോൾ ഹാരിഷ് എന്ത് മറുപടിയാണ് പറഞ്ഞത്? ഇല്ല അമ്മ, ഈ വർഷം മുതൽ ഞാൻ എൻ്റെ ബുക്കിനെ എന്താക്കി നോക്കും? വളരെ നീറ്റാക്കും. ഐ വോണ്ട് യുവർ പേജസ്, ഐ പ്രോമിസ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു? അമ്മയ്ക്ക് പ്രോമിസ് തരുന്നതാണ്, ഞാൻ ഒരിക്കലും ബുക്ക് കീറത്തില്ല. ഹാരിഷ് വാസ് ഗുഡ് അറ്റ് സ്റ്റഡീസ്. ഹി പ്ലേഡ് ബാസ്കറ്റ് ബോൾ വെൽ. അപ്പം ഹാരിഷ് പഠിത്തത്തിലൊക്കെ നല്ല കുട്ടിയായിരുന്നു. ഹാരിഷ് എന്ത് കളിക്കുമായിരുന്നു? ബാസ്കറ്റ് ബോൾ കളിക്കുമായിരുന്നു. ബട്ട് ഹി ഹാഡ് വൺ ബാഡ് ഹാബിറ്റ്. അപ്പോൾ ഹാരിഷിന് ഒരു വൺ ബാഡ് ഹാബിറ്റ് ഉണ്ട്. എന്താണത്? ഹി ട്രീറ്റ് ഹിസ് ബുക്സ് ബാഡ്ലി. ബുക്സിനെയൊക്കെ നോക്കുന്നത് വളരെ മോശമായിട്ടായിരുന്നു. ഓക്കെ, ഹി വുഡ് ടിയർ ദെയർ പേജസ്. അല്ലേ, അതിൻ്റെ പേജസ്, ബുക്കിൻ്റെ പേജസ് ഒക്കെ എന്ത് ചെയ്യുമായിരുന്നു? കീറുമായിരുന്നു. ടച്ച് ദം വിത്ത് ഡേർട്ടി ഹാൻഡ്സ്. ബുക്കിനെയൊക്കെ എന്ത് ചെയ്യും? അഴുക്ക കൈയോടുകൂടി ടച്ച് ചെയ്യുമായിരുന്നു. ത്രോ ദം അറൗണ്ട് ആൻഡ് അതിനെല്ലാവരും വാരി വലിച്ചിടുമായിരുന്നു. ഓഫൺ മിസ്പ്ലേസ് ദം. അറേഞ്ച് ചെയ്ത് വയ്ക്കില്ലായിരുന്നു. ഹിസ് പാരൻസ് ആൻഡ് ടീച്ചേഴ്സ്. അവൻ്റെ മാതാപിതാക്കളും അതുപോലെ ടീച്ചറും എന്ത് ചെയ്യുമായിരുന്നു? അവനെ സ്കോൾഡ് ഹിം സെവറൽ ടൈംസ് ടു ഫോർ ദീസ്. വഴക്ക് പറയുമായിരുന്നു ഇങ്ങനെയൊക്കെ ബുക്ക് വലിച്ചു വാരി ഇടുന്നത് കണ്ടിട്ട്. ബട്ട് ഹി ഡിഡ് നോട്ട് ലിസൺ. പക്ഷെ അവൻ കേൾക്കുമായിരുന്നോ? ഇല്ല, അമ്മയും ടീച്ചറും പറയുന്ന ഒന്നും കേൾക്കത്തില്ലായിരുന്നു. ഹിസ് മദർ ഹോപ്പ് ദാറ്റ് അറ്റ്ലീസ്റ്റ് ദിസ് ഇയർ ഹി വുഡ് ബി മോർ കെയർഫുൾ. അപ്പം അമ്മയ്ക്ക് ചെറിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഈ വർഷം 3ാം ക്ലാസ്സിലായപ്പോൾ ഹാരിഷ് എന്ത് ചെയ്യുമായിരുന്നു? ബുക്കൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വയ്ക്കുമെന്ന് ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു, ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്കൊന്നുകൂടെ വായിക്കാം ടെക്സ്റ്റ്. കളർഫുൾ. അടുത്ത നോക്കിയേ, ഇത് മുതലാണ്. ആസ് സൂൺ ആസ് Harish got the book from the counter. He leafed them. Okay? Through them. അപ്പോൾ ബുക്ക് കിട്ടിയപ്പോൾ എന്ത് ചെയ്തു? ഹാരിഷ് ബുക്ക് നോക്കി. ത്രൂ ദം. ദ ബുക്ക് വാസ് സോ ക്രിസ്പ് ആൻഡ് നീറ്റ്. ബുക്ക് എങ്ങനെയായിരുന്നു? നല്ല ബുക്കും നല്ല വൃത്തിയുള്ള ബുക്കും ആയിരുന്നു. ആരുടെ ബുക്ക്? ഹാരിഷിൻ്റെ ബുക്ക്. ഓൺ ദ വേ ബാക്ക് മദർ warned him, "Remember Harish, you are a big boy. Now you must keep this book properly. No tearing pages to make rocket and boats." Okay. No mother, this year I will keep my book neat. I won't tear pages, I promise. Harish was good at studies. He played basketball well.
But he had one bad habit. He treated his book badly. He would tear their pages, touch them with dirty hand, throw them around, and often misplace them. His parents and teachers called him several times for this, but he did not listen. His mother hoped that at least this year he would be more careful. ഓക്കെ, ഇനി ഇതിലെ ഹാർഡ് വേർഡ്സ് ടീച്ചർ ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരും കേട്ടോ. ഓക്കെ ഓക്കെ അടുത്ത ഗൂഗിൾ മീറ്റ് ക്ലാസ്സിൽ അറിയാലോ, ടീച്ചർ ടെസ്റ്റ് പേപ്പർ നടത്തും. ഹാർഡ് വേർഡ്സ്, പോയത്തിൻ്റെ ഹാർഡ് വേർഡ്സ്, മുന്നേ പഠിച്ച പോയയില്ലേ എ ഗുഡ് ബോയ്, അതിൻ്റെ ഹാർഡ് വേർഡ്സ് ടെസ്റ്റ് പേപ്പർ നടത്തും. എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കാം. ഓക്കെ, താങ്ക് യു.